ചിരിയുടെ തമ്പുരാക്കന്മാർ ചിരിയുടെ പെരുമഴയുമായി എത്തുന്നു. ഫൺ ബേബി ഫൺ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 8 മണിക്ക് നമ്മുടെ സൂര്യ ടിവിയിൽ. ഓണാഘോഷമാവുമ്പോ എന്തെങ്കിലും ഒരു കളി വേണ്ടേ? എല്ലാവർക്കും ഒരുമിച്ച് കളിക്കാൻ പറ്റുന്ന കളി മ്യൂസിക്കൽ ചെയറാ. ഹലോ, ഹലോ അങ്കിൾ. ഹായ് കൈലാഷ്. ഹായ് മുക്ത. ഹായ്. ഹായ് മാം. ഹായ്. അല്ല, അരവിന്ദ് എങ്ങനെ ഇവിടെ എത്തി? കമ്പനി വക ഓണപരിപാടിക്കും വീട്ടിൽ നടന്ന ഓണപരിപാടിക്കും കൈലാഷ് എന്നെ വിളിച്ചിരുന്നു. പക്ഷേ രണ്ടിനും എനിക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല. മുക്ത വിളിച്ചപ്പോഴാ എല്ലാരും ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞത്. ഓണം എല്ലാരെയും പോലെ എനിക്കൊരു നെസ്റ്റുവാ. ഈ കസരകളിക്ക് എന്നെ പങ്കെടുപ്പിക്കില്ലേ? പിന്നെന്താ, അരവിന്ദം പങ്കെടുത്ത ഞങ്ങൾക്ക് സന്തോഷമല്ലേ? അപ്പൊ തുടങ്ങാം. എല്ലാരും ചേർന്നടുത്ത് നിന്നോ. അല്ല, സാറ് മേഡം എന്താ കളിക്കാൻ വരാത്തത്? അയ്യോ, ഞാനില്ല. അല്ല, മ്യൂസിക് ഓപ്പറേറ്റ് ചെയ്യാൻ ഒരാൾ വേണ്ടേ? ഞാൻ അത് ചെയ്തോളാം. സിസിലി ചേച്ചിക്ക് നടുവേദന ഉള്ളതുകൊണ്ടേ മ്യൂസിക് ഓപ്പറേറ്റ് ചെയ്യുന്ന ജോലി സിസിലി ചേച്ചി ഏറ്റെടുത്തിട്ടുണ്ട്. അയ്യോ, എന്നാലും ഞാനില്ല. കൈലാഷ് സാർ പറഞ്ഞാലേ സാറ് കേൾക്കൂ. ഞാനെങ്ങനെ കുട്ടികളുടെ കൂട്ടത്തിൽ കൂടിയാ മനസ്സുകൊണ്ട് കുട്ടിയാവും. ശരി, ഇവിടെ നിൽക്കി. മാഡം വാ, വന്നേ വാ. സിസിലി ചേച്ചി, ആ മ്യൂസിക് പ്ലേ ചെയ്തേ. ശരി. ഓക്കെ അല്ലേ? ഓക്കെ. പോര് പോര് പോര്. വാ 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 വാ. Daddy, come on. മാഡം വിട്ടുകൊടുക്കരുത്. സാറിനെ തോൽപ്പിക്കണം. അങ്കിളിനെ തോൽപ്പിക്കാൻ ആര് വിചാരിച്ചാലും കഴിയില്ല. അങ്കിൾ ഈ കാണുന്ന പോലൊന്നും അല്ല. അയ്യോ മാഡം, മാഡത്തിന് എന്ത് പറ്റി? പ്രിയൻ, പാർവതി ഒന്ന് വരുമോ? എന്താ സർ? പറയാം, വരും. എന്താ സർ? എല്ലാവരുടെയും മുന്നിൽ വെച്ച് നിങ്ങളോട് സോറി പറയാൻ എനിക്കൊരു ചമ്മൽ. അതുകൊണ്ടാ മാറി നിന്ന് സംസാരിക്കാന്ന് വിചാരിച്ച്. സാറെന്തിനാ ഞങ്ങളോട് സോറി പറയുന്നത്? ഗാർമെന്റ്സിൽ വെച്ച് പാക്കിങ്ങിന്റെ പേരിൽ നമ്മൾ തമ്മിലൊരു ഇഷ്യൂ ഉണ്ടായില്ലേ? അത്രയും കഷ്ടപ്പെട്ട് കൺസൈൻമെന്റ് അയച്ചിട്ട് അത് റിജക്റ്റ് ആവുമെന്നുള്ള ഭയം കൊണ്ടാ ഞാൻ നിങ്ങളോട് വഴക്കിട്ട്. അതിലെനിക്കിപ്പോ നല്ല കുറ്റബോധമുണ്ട്. നിങ്ങളോട് രണ്ടുപേരോടും സോറി പറഞ്ഞാലേ എനിക്ക് മനസ്സമാധാനം കിട്ടും. സോറി. സാറിന്റെ ജോലി പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ ആഗ്രഹിച്ചു. ഞാനും അത് നന്നായിട്ട് തന്നെ ചെയ്തത്. നമ്മൾ തമ്മിൽ ചെറിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായി. സത്യത്തില് ഞാനത് അപ്പോഴേ മറന്നു.
സാറും അതങ്ങ് മറന്നേക്ക്. നിക്ക്, അവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. പറവനെ നോക്ക്. എന്നെ കുത്ത്, എന്നെ കുത്തിട്ട് പോ. താഴെ വേണോ? അയ്യോ കൈലാഷ് സാർ, അയാൾ പിന്നെയും കൊല്ലാൻ വന്നു. പ്രേംചേട്ടനെ കൊല്ലാൻ നോക്കിയത്. ഞാൻ അവനെ പിടിച്ചതായിരുന്നു, പക്ഷെ എന്നെ കുത്തിയിട്ട് അവൻ രക്ഷപ്പെട്ടു കളഞ്ഞു. നല്ല മുറിവുണ്ടെന്ന് തോന്നുന്നു. അല്ല പ്രിയ, കൈലാഷ് സാർ, അരവിന്ദ് സാറിനെ കൊണ്ട് ആശുപത്രി പോണം. ബി കെയർ സാർ അന്വേഷിച്ച ഞാൻ എന്തെങ്കിലും പറഞ്ഞോളാം. അരവിന്ദ് വാ വേഗം. ഇല്ല, ഞാൻ ടൗണിൽ തന്നെ ഉണ്ട്. ഒരു ഹാഫ് ആൻ അവറിനുള്ളിൽ അവിടെ എത്താം. ഷുവർ. കഴിക്കാൻ വന്നോളൂ. ഞാൻ കഴിക്കാൻ നിൽക്കുന്നില്ല. ഒരു ഓണസദ്യ കഴിക്കാതെ പോവാനോ? അത് പറ്റില്ല. എല്ലാം റെഡിയാ. സിയ അപ്പാരൽസിന്റെ ചെയർമാൻ സമീർ ഷാ ടൗണിലെത്തിയിട്ടുണ്ട്. 4 മണിക്കുള്ള ഫ്ലൈറ്റിന് തിരിച്ചു പോകും. റൂം ചെക്ക്ഔട്ട് ചെയ്യുന്നതിന് മുമ്പ് അദ്ദേഹത്തെ ഒന്ന് കാണണം. കഴിക്കാൻ ടൈമില്ലെങ്കിൽ ഒരു ഗ്ലാസ് പായസെങ്കിലും കഴിക്കണം. അതാവാം. ആ, എന്നാ ഞാൻ എടുത്തിട്ട് വരാം. ഓ, ഓണക്കാലമായാൽ തൊടിയിൽ മാത്രമല്ല മനസ്സിലും പൂക്കൾ വിരിയുമെന്ന് നിങ്ങളാ എനിക്ക് മനസ്സിലാക്കി തന്നത്. മനസ്സിലൊരു വലിയ പൂന്തോട്ടമായിട്ടാ ഞാൻ തിരിച്ചു പോകുന്നത്. അല്ല, കൈലാഷ് എവിടെ? പെട്ടെന്ന് വരാന്ന് പറഞ്ഞ് പുറത്തേക്ക് പോയിരിക്കുക. അങ്കിൾ ദാ. മതി, ഇത്രയും മതി. ദാ, എന്നാ ഞാനങ്ങട്ടെ. ശരി. പാറു, വാ. ഞാൻ പോട്ടെ. ശരി സാർ.